നെക്സ്റ്റ് ഫ്ലോ ഇൻ്റഗ്രൽസ് ആൻഡ് സർക്കുലേഷൻ. നമ്മൾ ഓൾറെഡി സ്പേസിലെ ഒരു റീജിയനിലുള്ള സ്മൂത്ത് കേവിൽ ഒരു ഫോഴ്സ് ഫീൽഡ് ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ കേവിലുള്ള വർക്ക് ഡൺ കണ്ടുപിടിക്കുവാനുള്ള ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തു. ദെൻ ആ ഫോർമുലയിൽ ഫംഗ്ഷൻ എഫ് ഫോഴ്സ് ഫീൽഡിന് പകരം ആ റീജിയനിലൂടെ ഫ്ലോ ചെയ്യുന്ന ഒരു ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി വെക്ടറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ എഫ് ഡോട്ട് ടിയുടെ ആ കേവിലുള്ള ലൈൻ ഇൻ്റഗ്രൽ യൂസ് ചെയ്ത് ഫ്ലൂയിഡിൻ്റെ ആ കേവിലൂടെയുള്ള ഫ്ലോ കണ്ടുപിടിക്കുവാൻ സാധിക്കും. അവിടെ വെക്ടർ ടി ഡിനോട്ട് ചെയ്യുന്നത് ആ കേവിൻ്റെ യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടറിനെയാണ്. ഇഫ് ആർ ഓഫ് ടി ഈസ് എ സ്മൂത്ത് കേവ് ഇൻ ദി ഡൊമെയിൻ ഓഫ് എ കണ്ടിന്യൂസ് വെലോസിറ്റി ഫീൽഡ് എഫ്, the flow along the curve from t equal to a to t equal to b is flow equal to integral over c f dot t ds, where c denote the curve r of t from t equal to a to t equal to b and t is the curve's unit tangent vector. സ്പേസിലോ റീജിയനിലൂടെ ഫ്ലോ ചെയ്യുന്ന ഒരു ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി വെക്റ്റർ ഫീൽഡിനെയാണ് ഫംഗ്ഷൻ എഫ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഫംഗ്ഷൻ എഫിൻ്റെ ഡൊമെയിനിൽ ലൈ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു സ്മൂത്ത് കേവാണ് ആർ ഓഫ് ടി എന്നും വിചാരിക്കുക. ദെൻ കേവ് ആർ ഓഫ് ടിയിലൂടെ ടി ഈക്വൽ ടു എ മുതൽ ടി ഈക്വൽ ടു ബി വരെയുള്ള ആ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ കണ്ടുപിടിക്കുവാൻ താഴെ പറയുന്ന ഫോർമുല യൂസ് ചെയ്യാം. ഫ്ലോ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ്. അവിടെ സി എന്നുള്ളത് ആ കേവ് ആർ ഓഫ് ടീനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആ കേവ് ആർ ഓഫ് ടിയുടെ ടി ഈക്വൽ ടു എ മുതൽ ടി ഈക്വൽ ടു ബി വരെയുള്ള പോർഷനെയാണ് സി എന്നതുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ വെക്റ്റർ ടി എന്നുള്ളത് ആ കേവിൻ്റെ യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്ററാണ്. ഈ ഒരു കേസിൽ ഈ ലൈൻ ഇൻ്റഗ്രലിനെ നമ്മൾ ഫ്ലോ ഇൻ്റഗ്രൽ എന്നാണ് വിളിക്കുന്നത്. ദെൻ ചൂസ് ചെയ്യുന്ന കേവ് ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആണെങ്കിൽ, അതായത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും സെയിം ആണെങ്കിൽ ഫ്ലോ അലോങ് ദി കേവ് എന്നുള്ളതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് സർക്കുലേഷൻ അറൗണ്ട് ദി കേവ് എന്നുള്ള ടേമാണ്. ആ ഒരു കേസിൽ ഫ്ലോ എന്നുള്ളതിന് പകരം സർക്കുലേഷൻ അറൗണ്ട് ദി കേവ് എന്നാണ് നമ്മൾ പറയുക. ദെൻ ഫ്ലോ ഇൻ്റഗ്രലിൻ്റെ ഇവാലുവേഷൻ വർക്ക് ഇൻ്റഗ്രലിൻ്റെ ഇവാലുവേഷനോട് സെയിം ആണ്. അവിടെ നമ്മൾ ചെയ്തത് ഫോളോ ചെയ്യുകയാണെങ്കിൽ a to b f dot dr by dt യൂസ് ചെയ്ത് ഫ്ലോ ഇൻ്റഗ്രൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. സോ തന്നിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ കേവ് സിയിലൂടെയുള്ള ഫ്ലോ ഇവാലുവേറ്റ് ചെയ്യുവാൻ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യാം. ആദ്യം ആ കേവ് സിയുടെ ടാൻജൻറ്റ് വെക്റ്റർ dr by dt കണ്ടുപിടിക്കുക. അതിനുശേഷം ആ കേവ് സിയിൽ ഫംഗ്ഷൻ എഫ് ഇവാലുവേറ്റ് ചെയ്യുക. അതായത് ആ കേവിൻ്റെ വെക്റ്റർ ഇക്വേഷൻ എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഓഫ് ടി കോമ വൈ ഓഫ് ടി കോമ സെഡ് ഓഫ് ടി ഇവാലുവേറ്റ് ചെയ്യുക. അതിനുശേഷം എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി വിത്ത് റെസ്പെക്ട് ടു ടി ഈക്വൽ ടു എ മുതൽ ടി ഈക്വൽ ടു ബി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആ കേവ് സിയിലൂടെയുള്ള തന്നിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ ഫ്ലോ ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് വൺ, എ ഫ്ലൂയിഡ്സ് വെലോസിറ്റി ഫീൽഡ് ഈസ് എഫ് ഈക്വൽ ടു -4xy പ്ലസ് 8yj പ്ലസ് 2k. ഫൈൻഡ് ദി ഫ്ലോ അലോങ് ദി കേവ് ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് കെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. നമുക്ക് ആദ്യം തന്നിട്ടുള്ള കേവിനെ സി എന്ന് ഡിനോട്ട് ചെയ്യാം. ദെൻ കേവ് സിയുടെ വെക്റ്റർ ഇക്വേഷൻ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് കെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ദെൻ ആ കേവിൻ്റെ ടാൻജൻറ്റ് വെക്റ്റർ ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു ഐ പ്ലസ് 2t ജെ. ദെൻ ഇവിടെ ഫംഗ്ഷൻ എഫ് ഈക്വൽ ടു -4xy പ്ലസ് 8yj പ്ലസ് 2k. ദെൻ ഫംഗ്ഷൻ എഫിനെ കേവ് സിയിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. കേവ് സിയുടെ വെക്റ്റർ ഇക്വേഷനിൽ നിന്നും എക്സ് ഓഫ് ടി ഈക്വൽ ടു ടി, വൈ ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ, അതുപോലെ സെഡ് ഓഫ് ടി ഈക്വൽ ടു 1. ഇതെല്ലാം അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് ഓഫ് ടി കോമ വൈ ഓഫ് ടി കോമ സെഡ് ഓഫ് ടി ഈക്വൽ ടു -4t ഇൻറ്റു ടി സ്ക്വയർ ഐ പ്ലസ് 8t സ്ക്വയർ ജെ പ്ലസ് 2k വിച്ച് ഇസ് ഈക്വൽ ടു -4t ക്യൂബ് ഐ പ്ലസ് 8t സ്ക്വയർ ജെ പ്ലസ് 2k. Then flow along the curve C equal to integral over C f dot t ds which is equal to integral a to b f dot dr by dt. ഇവിടെ a equal to 0, b equal to 2, എഫും ഡി ആർ ബൈ ഡി ടി നമ്മൾ ഓൾറെഡി ഇവാലുവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഫ്ലോ അലോങ് സി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി -4t ക്യൂബ് ഐ പ്ലസ് 8t സ്ക്വയർ ജെ പ്ലസ് 2k ഡോട്ട് ഐ പ്ലസ് 2t ജെ ഡി ടി. ദെൻ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 -4t ക്യൂബ് പ്ലസ് 16t ക്യൂബ് ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 12t ക്യൂബ് ഡി ടി. ദെൻ വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 3t⁴ എന്ന് കിട്ടും. ടിയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 48 എന്ന് കിട്ടും. അതാണ് തന്നിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ തന്നിട്ടുള്ള കേവിലൂടെയുള്ള ഫ്ലോ.
നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി സർക്കുലേഷൻ ഓഫ് എഫ് ഈക്വൽ ടു 2xi പ്ലസ് 2zj പ്ലസ് 2yk around the closed path consisting of the following three curves traversed in the direction of increasing t. C1 is given by the vector equation vector r of t equal to cos ti plus sin t j plus tk. 0 less than or equal to t less than or equal to pi by 2. C2 is given by the vector equation vector r of t equal to j plus pi by 2 into 1 minus tk. 0 less than or equal to t less than or equal to 1. And C3 is given by the vector equation vector r of t equal to ti plus 1 minus tj. 0 less than or equal to t less than or equal to 1. സോ നമുക്കിവിടെ ഒരു ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി വെക്റ്റർ ഫീൽഡ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 3 കേഴ്സിൻ്റെ വെക്റ്റർ ഇക്വേഷൻസും തന്നിട്ടുണ്ട്. ആ 3 കേഴ്സും എൻഡ് ടു എൻഡ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ക്ലോസ് പാത്തിലുള്ള ആ ഫ്ലൂയിഡിൻ്റെ സർക്കുലേഷനാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കാദ്യം ആ 3 കേഴ്സ് എൻഡ് ടു എൻഡ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു ക്ലോസ്ഡ് പാത്താണെന്ന് വെരിഫൈ ചെയ്യാം. അതിനുവേണ്ടി കേവ് C1ൻ്റെ വെക്റ്റർ ഇക്വേഷൻ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് ടി കെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ 2. ആ കേവിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ടി ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കോസ് 0 കോമ സൈൻ 0 കോമ 0 എന്ന് കിട്ടും. അതായത് 1 കോമ 0 കോമ 0 എന്ന് കിട്ടും. അതാണ് കേവ് C1ൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. അതുപോലെ തന്നെ കേവ് C1ൻ്റെ എൻഡിങ് പോയിൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ വെക്റ്റർ ഇക്വേഷന് ടി ഈക്വൽ ടു പൈ ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കോസ് പൈ ബൈ 2 കോമ സൈൻ പൈ ബൈ 2 കോമ പൈ ബൈ 2 അത് 0 കോമ 1 കോമ പൈ ബൈ 2 എന്നുള്ള പോയിൻ്റാണ്. സോ കേവ് C1ൻ്റെ എൻഡിങ് പോയിൻറ്റ് 0 കോമ 1 കോമ പൈ ബൈ 2 എന്നുള്ള പോയിൻ്റാണ്. അതുപോലെ തന്നെ കേവ് C2ൻ്റെ വെക്റ്റർ ഇക്വേഷൻ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു ജെ പ്ലസ് പൈ ബൈ 2 ഇൻറ്റു 1 മൈനസ് ടി കെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ കേവ് C2ൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ വെക്റ്റർ ഇക്വേഷനിൽ ടി ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 0 കോമ 1 കോമ പൈ ബൈ 2 എന്നുള്ള പോയിൻ്റ് കിട്ടും. അതാണ് കേവ് C2ൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. അതുതന്നെയായിരുന്നു കേവ് C1ൻ്റെ എൻഡിങ് പോയിൻറ്റ്. സോ അത് രണ്ടും സെയിം ആണ്. അതുപോലെ തന്നെ കേവ് C2ൻ്റെ എൻഡിങ് പോയിൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ വെക്റ്റർ ഇക്വേഷനിൽ ടി ഈക്വൽ ടു 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 0 കോമ 1 കോമ 0 എന്ന് കിട്ടും. അതാണ് കേവ് C2ൻ്റെ എൻഡിങ് പോയിൻറ്റ്. ദെൻ കേവ് C3യുടെ വെക്റ്റർ ഇക്വേഷൻ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് 1 മൈനസ് ടി ജെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. കേവ് C3യുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ ഇക്വേഷനിൽ ടി ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 0 കോമ 1 കോമ 0 എന്നുള്ള പോയിൻ്റ് കിട്ടും. അതുതന്നെയാണ് കേവ് C2ൻ്റെ എൻഡിങ് പോയിൻറ്റും. സോ അത് രണ്ടും സെയിം ആണ്. അതുപോലെ തന്നെ അതിൻ്റെ എൻഡിങ് പോയിൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അതിൻ്റെ വെക്റ്റർ ഇക്വേഷനിൽ ടി ഈക്വൽ ടു 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 1 കോമ 0 കോമ 0 എന്നുള്ള പോയിൻ്റ് കിട്ടും. ആ പോയിൻ്റ് തന്നെയാണ് കേവ് C1ൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. സോ കേവ് C1ൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും കേവ് C3യുടെ എൻഡിങ് പോയിൻറ്റും സെയിം ആണ്. സോ C1ഉം C2ഉം C3യും എൻഡ് ടു എൻഡ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കേവ് ഒരു ക്ലോസ്ഡ് പാത്ത് ആയിരിക്കും. ആ ക്ലോസ്ഡ് പാത്തിനെ C എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ C ഈക്വൽ ടു C1 യൂണിയൻ C2 യൂണിയൻ C3. ദെൻ ഈ ക്ലോസ്ഡ് ലൂപ്പിലൂടെയുള്ള ആ ഫ്ലൂയിഡിൻ്റെ സർക്കുലേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി സർക്കുലേഷൻ അറൗണ്ട് C ഈക്വൽ ടു ഇൻ്റർവൽ ഓവർ C എഫ് ഡോട്ട് ടി ഡി എസ്. ദെൻ ലൈൻ ഇൻ്റഗ്രൽസിൻ്റെ തേർഡ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ C ഈക്വൽ ടു ഇൻ്റർവൽ ഓവർ C1 എഫ് ഡോട്ട് ടി ഡി എസ് പ്ലസ് ഇൻ്റർവൽ ഓവർ C2 എഫ് ഡോട്ട് ടി ഡി എസ് പ്ലസ് ഇൻ്റർവൽ ഓവർ C3 എഫ് ഡോട്ട് ടി ഡി എസ്. നമുക്ക് ആദ്യം ഇൻ്റർവൽ ഓവർ C1 എഫ് ഡോട്ട് ടി ഡി എസ് ഇവാലുവേറ്റ് ചെയ്യാം. അതിനുവേണ്ടി കേവ് C1ൻ്റെ വെക്റ്റർ ഇക്വേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. അതിൻ്റെ വെക്റ്റർ ഇക്വേഷൻ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് ടി കെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ 2. ദെൻ അതിൻ്റെ ടാൻജൻറ്റ് വെക്റ്റർ ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ പ്ലസ് കെ. ദെൻ ആ കേവ് C1ലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുവാൻ വേണ്ടി അവിടെ എക്സ് ഓഫ് ടി ഈക്വൽ ടു കോസ് ടി, വൈ ഓഫ് ടി ഈക്വൽ ടു സൈൻ ടി, സെഡ് ഓഫ് ടി ഈക്വൽ ടു ടി ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഓഫ് ടി കോമ വൈ ഓഫ് ടി കോമ സെഡ് ഓഫ് ടി ഈക്വൽ ടു 2 കോസ് ടി ഐ പ്ലസ് 2 ടി ജെ പ്ലസ് 2 സൈൻ ടി കെ. ഇവിടെ എ ഈക്വൽ ടു 0 ആണ്, ബി ഈക്വൽ ടു പൈ ബൈ 2. അതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇൻ്റർവൽ ഓവർ C1 എഫ് ഡോട്ട് ടി ഡി എസ് ഈക്വൽ ടു ഇൻ്റർവൽ 0 ടു പൈ ബൈ 2 എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി which is equal to interval 0 to pi by 2 cos ti plus 2t j plus 2 sin t k dot minus sin ti plus cos t j plus k dt. Then dot product ചെയ്യുമ്പോൾ which is equal to interval 0 to pi by 2 minus 2 sin t cos t plus 2t cos t plus 2 sin t dt. Then
ടു സൈൻ ടി കോസ് ടി എന്നുള്ളത് സൈൻ 2t ആണ്. ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി അതിനെ 3 ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 മൈനസ് സൈൻ 2t dt പ്ലസ് ഇൻ്റഗ്രൽ 0 to π/2 2t cos t പ്ലസ് ഇൻ്റഗ്രൽ 0 to π/2 2 സൈൻ ടി dt. ദെൻ ഇതിലെ സെക്കൻഡ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുവാൻ നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യണം. നമുക്കറിയാം ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് 2tയും സെക്കൻഡ് ഫംഗ്ഷനായിട്ട് കോസ് ടിയും ചൂസ് ചെയ്യുക. അതുപോലെ ചൂസ് ചെയ്യുമ്പോൾ ആദ്യത്തെയും മൂന്നാമത്തെയും ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ഇപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. സെക്കൻഡ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ മാത്രമാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻ്റഗ്രൽ 0 to π/2 സൈൻ 2t dt പ്ലസ് 2t സൈൻ ടി, അവിടെ ടിയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കാനുണ്ട്, മൈനസ് ഇൻ്റഗ്രൽ 0 to π/2 2 സൈൻ ടി dt പ്ലസ് ഇൻ്റഗ്രൽ 0 to π/2 2 സൈൻ ടി dt. കാരണം ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് നമ്മൾ ചൂസ് ചെയ്തത് 2t ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 2 ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഫംഗ്ഷനായിട്ട് ചൂസ് ചെയ്തത് കോസ് ടി ആണ്, അതിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ടി ആണ്. അത് യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ വന്നത്. ദെൻ മൈനസ് ഓഫ് ഇൻ്റഗ്രൽ 0 to π/2 2 സൈൻ ടി ഡിറ്റിയും ഇൻ്റഗ്രൽ 0 to π/2 2 സൈൻ ടി ഡിറ്റിയും ക്യാൻസൽ ചെയ്ത് കളയുക. ദെൻ ഇൻ്റഗ്രൽ 0 to π/2 സൈൻ 2t dt ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ സൈൻ 2tയുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്, മൈനസ് കോസ് 2t ഡിവൈഡഡ് ബൈ 2. അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് കോസ് 2t ഡിവൈഡഡ് ബൈ 2. അവിടെ ടിയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. ദെൻ 2t സൈൻ ടിയിൽ ടിയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ സൈൻ π/2 ഈക്വൽ ടു 1 ആണ്. അതുപോലെ സൈൻ 0 0 ആണ്. അതെല്ലാം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ 2 ഇൻറ്റു π/2 അതായത് പൈ എന്ന് കിട്ടും. സോ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് കോസ് 2t ഡിവൈഡഡ് ബൈ 2. അവിടെ ടിയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കാനുണ്ട്, പ്ലസ് പൈ. ദെൻ ഇവിടെ ടിയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ കോസ് പൈ -1 ആണ്, അതുപോലെ കോസ് 0 1 ആണ്. അതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു മൈനസ് ഓഫ് 1/2 പ്ലസ് 1/2 പ്ലസ് പൈ വിച്ച് ഇസ് ഈക്വൽ ടു പൈ -1. അതാണ് ഇൻ്റഗ്രൽ ഓവർ c1 എഫ് ഡോട്ട് ടി ഡി എസ്. ദെൻ ഇൻ്റഗ്രൽ ഓവർ c2 എഫ് ഡോട്ട് ടി ഡി എസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം കർവ് c2വിൻ്റെ വെക്റ്റർ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. അതിൻ്റെ വെക്റ്റർ ഇക്വേഷൻ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു ജെ പ്ലസ് π/2 ഇൻറ്റു 1 മൈനസ് ടി കെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ദെൻ അതിൻ്റെ ടാൻജൻറ്റ് വെക്റ്റർ ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് π/2 കെ. ദെൻ കർവ് c2വിലുള്ള ഫംഗ്ഷൻ എഫിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ് ഓഫ് ടി ഈക്വൽ ടു 0 ആണ്, വൈ ഓഫ് ടി ഈക്വൽ ടു 1, സെഡ് ഓഫ് ടി ഈക്വൽ ടു π/2 ഇൻറ്റു 1 മൈനസ് ടി. അതെല്ലാം യൂസ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഓഫ് ടി കോമ വൈ ഓഫ് ടി കോമ സെഡ് ഓഫ് ടി ഈക്വൽ ടു പൈ ഇൻറ്റു 1 മൈനസ് ടി ഐ പ്ലസ് 2k. ദെൻ ഇൻ്റഗ്രൽ ഓവർ c2 എഫ് ഡോട്ട് ടി ഡി എസ് ഈക്വൽ ടു ഇവിടെ a ഈക്വൽ ടു 0 b ഈക്വൽ ടു 1. അതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 പൈ ഇൻറ്റു 1 മൈനസ് ടി ജെ പ്ലസ് 2k ഡോട്ട് മൈനസ് π/2 k ഡി ടി. ദെൻ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 0 to 1 മൈനസ് പൈ ഡി ടി എന്ന് കിട്ടും. അതിന് വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് പൈ ഇൻറ്റു ടി, ടിയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ മൈനസ് പൈ എന്ന് കിട്ടും. അതാണ് ഇൻ്റഗ്രൽ ഓവർ c2 എഫ് ഡോട്ട് ടി ഡി എസ്. ദെൻ ഇൻ്റഗ്രൽ ഓവർ c3 എഫ് ഡോട്ട് ടി ഡി എസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി കർവ് c3യുടെ വെക്റ്റർ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. അതിൻ്റെ വെക്റ്റർ ഇക്വേഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് 1 മൈനസ് ടി ജെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതിൻ്റെ ടാൻജൻറ്റ് വെക്റ്റർ ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു ഐ മൈനസ് ജെ. ദെൻ കർവ് c3യിലുള്ള ഫംഗ്ഷൻ എഫിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ് ഓഫ് ടി ഈക്വൽ ടു ടി, വൈ ഓഫ് ടി ഈക്വൽ ടു 1 മൈനസ് ടി, സെഡ് ഓഫ് ടി ഈക്വൽ ടു 0. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഓഫ് ടി കോമ വൈ ഓഫ് ടി കോമ സെഡ് ഓഫ് ടി ഈക്വൽ ടു 2ti പ്ലസ് 2 ഇൻറ്റു 1 മൈനസ് ടി കെ. ദെൻ ഇവിടെ a ഈക്വൽ ടു 0 b ഈക്വൽ ടു 1. അതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ c3 എഫ് ഡോട്ട് ടി ഡി എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 2ti പ്ലസ് 2 ഇൻറ്റു 1 മൈനസ് ടി കെ ഡോട്ട് ഐ മൈനസ് ജെ ഡി ടി. ദെൻ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 2t ഡി ടി എന്ന് കിട്ടും. അതിന് വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി സ്ക്വയർ, ടിയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 1 എന്ന് കിട്ടും. അതാണ് ഇൻ്റഗ്രൽ ഓവർ c3 എഫ് ഡോട്ട് ടി ഡി എസ്. ദെൻ സർക്കുലേഷൻ അറൗണ്ട് c ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ c1 എഫ് ഡോട്ട് ടി ഡി എസ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ c2 എഫ് ഡോട്ട് ടി ഡി എസ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ c3 എഫ് ഡോട്ട് ടി ഡി എസ് വിച്ച് ഇസ് ഈക്വൽ ടു പൈ -1 പ്ലസ് മൈനസ് പൈ പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 0.
സോ തന്നിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ ആ ക്ലോസ്ഡ് പാത്തിലുള്ള സർക്കുലേഷൻ ഈക്വൽ ടു 0. Next question, a fluid's velocity field is F equal to xi plus zj plus yk. Find the flow along the helix vector r of t equal to cos t I plus sin t j plus tk 0 less than or equal to t less than or equal to pi by 2. തന്നിട്ടുള്ള കേവിന് സി എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ കേവ് സിയുടെ വെക്റ്റർ ഇക്വേഷൻ വെക്റ്റർ ആർ ഓഫ് ടി ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് ടി കെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ 2. ദെൻ അതിൻ്റെ ടാൻജൻറ്റ് വെക്റ്റർ ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ പ്ലസ് കെ. ദെൻ ഫംഗ്ഷൻ എഫിൻ്റെ കേവ് സിയിലുള്ള വാല്യൂ വാല്യൂറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ് ഓഫ് ടി ഈക്വൽ ടു കോസ് ടി, വൈ ഓഫ് ടി ഈക്വൽ ടു സൈൻ ടി ആൻഡ് സെഡ് ഓഫ് ടി ഈക്വൽ ടു ടി. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ഓഫ് ടി കോമ വൈ ഓഫ് ടി കോമ സെഡ് ഓഫ് ടി ഈക്വൽ ടു കോസ് ടി ഐ പ്ലസ് ടി ജെ പ്ലസ് സൈൻ ടി കെ. ദെൻ ഇവിടെ എ ഈക്വൽ ടു 0 ആണ്, ബി ഈക്വൽ ടു പൈ ബൈ 2. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇൻ്റർവൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് ഈക്വൽ ടു ഇൻ്റർവൽ 0 ടു പൈ ബൈ 2 എഫ് ഡോട്ട് ഡി ആർ ബൈ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റർവൽ 0 ടു പൈ ബൈ 2 കോസ് ടി ഐ പ്ലസ് ടി ജെ പ്ലസ് സൈൻ ടി കെ ഡോട്ട് മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ പ്ലസ് കെ ഡി ടി. ദെൻ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റർവൽ 0 ടു പൈ ബൈ 2 മൈനസ് കോസ് ടി സൈൻ ടി പ്ലസ് ടി കോസ് ടി പ്ലസ് സൈൻ ടി ഡി ടി. ദെൻ കോസ് ടി സൈൻ ടി എന്നുള്ളത് 1/2 ഇൻറ്റു സൈൻ 2t ആണ്. ദെൻ ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുവാൻ അതിനെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 1/2 ഇൻറ്റു ഇൻ്റർവൽ 0 ടു പൈ ബൈ 2 സൈൻ 2t ഡി ടി പ്ലസ് ഇൻ്റർവൽ 0 ടു പൈ ബൈ 2 ടി കോസ് ടി ഡി ടി പ്ലസ് ഇൻ്റർവൽ 0 ടു പൈ ബൈ 2 സൈൻ ടി ഡി ടി. ദെൻ ഇതിൽ സെക്കൻഡ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുവാൻ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യണം. നമുക്കറിയാം ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ടിയും സെക്കൻഡ് ഫംഗ്ഷനായിട്ട് കോസ് ടിയും ചൂസ് ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ സൈൻ ടി ആണ്. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ടി സൈൻ ടി മൈനസ് ഇൻ്റഗ്രൽ സൈൻ ടി ഡി ടി എന്ന് കിട്ടും. അതുപോലെ തന്നെ ഫസ്റ്റ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ സൈൻ 2tയുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്, മൈനസ് കോസ് 2t ഡിവൈഡഡ് ബൈ 2. അതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് ഈക്വൽ ടു മൈനസ് 1/2 ഇൻറ്റു മൈനസ് കോസ് 2t ഡിവൈഡഡ് ബൈ 2. അവിടെ ടിയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. പ്ലസ് ടി സൈൻ ടി അവിടെയും ടിയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. മൈനസ് ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 സൈൻ ടി ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 സൈൻ ടി ഡി ടി. തേർഡ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് അതപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാതിരുന്നത്. ദെൻ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ അതുപോലെ തന്നെ ഇവിടെ ടിയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ഡി എസ് ഈക്വൽ ടു 1/4 ഇൻറ്റു കോസ് പൈ മൈനസ് കോസ് 0 പ്ലസ് പൈ ബൈ 2 ഇൻറ്റു സൈൻ പൈ ബൈ 2 മൈനസ് 0. കോസ് പൈ എന്നുള്ളത് -1 ആണ്, കോസ് 0 എന്നുള്ളത് 1, സൈൻ പൈ ബൈ 2 1. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഫ്ലോ അലോങ് ദി കർവ് ഈക്വൽ ടു 1/4 ഇൻറ്റു -1 പ്ലസ് പൈ ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു -2/4 പ്ലസ് പൈ ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു പൈ ബൈ 2 -1/2. അതാണ് തന്നിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ ആ കേവ് സിയിലൂടെയുള്ള ഫ്ലോ.